സാറേ, ചായ എടുത്തോളൂ. നിത്യമോൾ എഴുന്നേറ്റ? എന്തേ അവൾക്ക് കുടിക്കാൻ പാലൊന്നും കൊടുത്തില്ലേ? അത് അവരുടെ റൂം അടച്ചിരിക്കുക. ഞാനത് മറന്നുപോയി. എന്നും ചോദിക്കുന്ന പോലെ ഒന്ന് ചോദിച്ചതാ. അതെന്നെ, ഞാനും പാലെടുത്തോണ്ട് പതിവ് പോലെ അവരെ റൂമിലേക്ക് പോയതാ. പിന്നെ വാതില് തട്ടാൻ പോയപ്പോഴാ നിത്യാമ്മയ്ക്ക് കല്യാണം കഴിഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഇതും സന്തോഷമുള്ള കാര്യമല്ലേ? എന്റെ മകൾക്ക് കല്യാണം കഴിഞ്ഞിരിക്കുന്നു. പറയുമ്പോൾ തന്നെ സന്തോഷം വരുന്നു. അതെന്നെ, സാറും ഇപ്പോഴത്തെ പോലെ എപ്പോഴും സന്തോഷായിട്ടിരിക്കണം. എല്ലാ കാര്യവും നന്നായി നടക്കും. സാറ് വേണമെങ്കിൽ കണ്ടോളൂ, ഈ സന്തോഷത്തില് സാറിന്റെ അസുഖം എത്രയും പെട്ടെന്ന് ഗുണാവും. എന്നിരുന്നാലും ആ പയ്യൻ ഏതാ എന്നൊന്നും അറിയുന്നേയില്ലല്ലോ കനകെ. ശരി, വിട്ടേക്ക്. സാറേ, എന്റെ മോൾക്ക് അവനെ ഇഷ്ടമായി. അവളുടെ ഇഷ്ടത്തിന് സന്തോഷായിരിക്കട്ടെ. ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്കൊരു പേരക്കുട്ടിയെ എത്രയും പെട്ടെന്ന് തന്നാ എനിക്ക് ഇനിയും സന്തോഷാകും കനകെ. സാറേ, എല്ലാം സാറ് വിചാരിക്കുന്ന പോലെ തന്നെ എത്രയും പെട്ടെന്ന് നടക്കും. സാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ശരി കനകെ. എന്നാ ശരി, ഞാൻ ടിഫിൻ എടുത്തു വെക്കാം. വരൂ കേട്ടോ. ശരി. എന്താ നിത്യാമ്മേ ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന? സാറിനെ വിളിച്ചോണ്ട് വരുന്നില്ലേ? അയ്യോ, അവനെ അഭിനയിക്കാൻ വീട്ടിൽ കയറ്റിയ കാര്യം തന്നെ ഞാനങ്ങ് മറന്നുപോയല്ലോ. ശരി, എന്തേലൊക്കെ പറയാം. അത് പിന്നെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ വെറുതെ ടിഫിനൊക്കെ റെഡിയാണോ നോക്കാൻ വന്നതാ. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ശരി മോളെ. കുറച്ച് സാമ്പാർ ഒഴിക്കട്ടെ? വേണ്ട, ഇതിലുണ്ടല്ലോ. ഇതെവിടെ പോയി? കാണുന്നില്ലല്ലോ. ഡാ വിജയ്. മാഡം, കുളിച്ചോണ്ടിരിക്കുക. എടാ, 2 മിനിറ്റ്. ഒന്ന് വേഗം താഴേക്ക് വാ. ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. മാഡം, ഇപ്പൊ വന്നേക്കാം. എന്തുവാടാ ഇത്? മാഡമോ? ഈ റൂമിനകത്ത് മാത്രം ഞാൻ നിനക്ക് മാഡം. താഴെ വന്നു കഴിഞ്ഞാൽ എന്നെ നിത്യ എന്നാണ് വിളിക്കേണ്ടത്. കേട്ടല്ലോ? ആ ശരി. ഹലോ, പറയടി. എന്താടി ഇപ്പൊ ഒന്നും എന്നെ ഫോൺ പോലും വിളിക്കുന്നില്ലല്ലോ? ഭയങ്കര ബിസിയാണോ? അങ്ങനെയൊന്നും ഇല്ലടി, ഞാൻ തന്നെ വിളിക്കണമെന്ന് വിചാരിച്ചിരുന്ന. ഞാനിത് അച്ഛനോട് സ്വത്തിന്റെ കാര്യത്തെ കുറിച്ച് പറയാൻ നിൽക്കുക. എന്താടി, കല്യാണം കഴിഞ്ഞ് 2 ദിവസമല്ലേ ആയുള്ളൂ, അതിനുള്ളിൽ സ്വത്തിന്റെ കാര്യം പറയാൻ പോണോ? എനിക്കിതാണ് പറ്റിയ സമയം എന്ന് തോന്നുന്നുണ്ട്. ഏയ്, എനിക്കൊന്നും ശരിയായിട്ട് തോന്നുന്നില്ല. അതെന്താ അങ്ങനെ പറയുന്നേ? പിന്നെ കല്യാണം കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ സ്വത്ത് ചോദിച്ചു കഴിഞ്ഞാ നിന്റെ അച്ഛന് ഡൗട്ട് വരത്തില്ലേ? കുറച്ച് വെയിറ്റ് ചെയ്ത് 10 ദിവസം കഴിഞ്ഞ് സ്വത്ത് ചോദിച്ചു നോക്ക്. അപ്പൊ മാത്രമേ നിന്റെ അടുത്ത് ഡൗട്ട് തോന്നാതിരിക്കത്തുള്ളൂ. ഇനി അത്രയും ദിവസം വെയിറ്റ് ചെയ്യണോ? ഞാൻ ഇന്ന് തന്നെ അങ്ങ് തീർക്കാൻ വിചാരിച്ചതാ. ഏയ്, ഇവിടെ നോക്കടി, നിനക്ക് വേറെ ചോയ്സ് ഇല്ല. നീ അഭിനയിച്ചേ പറ്റൂ. അപ്പൊ മാത്രമേ നിന്റെ അച്ഛൻ സ്വത്ത് എഴുതി തരത്തുള്ളൂ. നിന്റെ അച്ഛന് എന്ത് കഴിവുള്ള ആളാ. പുള്ളി ഒരു ബിസിനസ്മാനാ. സോ അദ്ദേഹം വിശ്വസിക്കുന്ന വരെ നീ അഭിനയിച്ചേ പറ്റൂ. നിങ്ങളെ രണ്ടുപേരും സന്തോഷമായിട്ടായിരിക്കുന്നെന്ന് അദ്ദേഹം വിശ്വസിക്കണം. മനസ്സിലായോ? എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാനതൊക്കെ നോക്കിക്കോളാം. നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തോളാം. ഗുഡ്. പിന്നെ നമ്മുടെ പയ്യൻ വിജയ് എങ്ങനെ അഭിനയിക്കുന്നുണ്ട്? അവനെന്താ കുഴപ്പം? അവൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. നമുക്ക് അവനോട് സത്യമൊക്കെ തുറന്നു പറഞ്ഞിട്ട് അഭിനയിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുക. നുണ പറഞ്ഞ് അഭിനയിപ്പിച്ചതുകൊണ്ട് എനിക്കെന്തോ കുറ്റബോധം തോന്നുന്നു. ഏയ്, അവനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. എന്റെ ഫ്രണ്ട് ഒരു നല്ല പടം എടുക്കുന്നുണ്ട്, നിനക്കൊരു സൂപ്പർ ക്യാരക്ടർ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞോളാം. നീ വെറുതെ അവനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, കേട്ടോ? എപ്പോഴും നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ നോക്കാൻ പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ശരി എടി, വിജയ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കേ എടി. വരൂ വരൂ, ഇരിക്കൂ. കനകേച്ചി, എനിക്ക് ഒരെണ്ണം മതി.
ഉം. അങ്കിൾ ഉം? ആക്ച്വലി നിത്യനോട് എപ്പോഴും പറയുമായിരുന്നു അച്ഛന് സുഖമില്ല എന്ന്. നിങ്ങളെ കുറേ പ്രാവശ്യം കാണാൻ വരണമെന്ന് വിചാരിച്ചതാ, പക്ഷേ വരാൻ പറ്റിയില്ല. സോറി അങ്കിൾ. സാരമില്ല, അതൊന്നും ഒരു പ്രശ്നമാക്കണ്ട. നിങ്ങൾ കഴിച്ചാട്ടെ. ഉം. അങ്കിൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഉഹും. എൻ്റെ മോൾക്ക് തന്നെ ഇഷ്ടമായി. അതിൽ കൂടുതൽ എനിക്കെന്താ പറയാനുള്ളത്? നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിരുന്നാ എനിക്കത് തന്നെ മതി. ഓക്കെ അങ്കിൾ. നിങ്ങളെ എന്തെങ്കിലും കഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കും അങ്കിൾ. ആഹാ, അതൊന്നുമില്ല മോനെ. നിങ്ങൾ ആഹാരം കഴിച്ചാട്ടെ, നമുക്ക് പിന്നെ സംസാരിക്കാം. വരൂ സാറേ. മാഡം, മാം, നിങ്ങൾ പറഞ്ഞ സത്യ. ഉം. അച്ഛൻ്റെ ക്യാരക്ടർ ശരിക്കും തകർത്തു. തൻ്റെ സ്വന്തം മോൾ കല്യാണമായതുപോലെ എന്തൊരു ഫീലിങ്സ് അങ്ങേർക്ക്. അഭിനയം പൊളിച്ചു മാഡം. മാസാ. ശരി ശരി, മിണ്ടാതിരുന്ന് കഴിക്ക്. കനകേച്ചി നോക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നെ നിനക്കിതൊക്കെ പറയണോ? നിത്യാമ്മേ, ഉം. നിങ്ങൾ രണ്ടാളും കഴിക്കൂട്ടോ. ഉം. എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. ശരി. ഉം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന്. ഉം. എടാ ഇങ്ങോട്ട് നോക്ക്. അവര് നമ്മുടെ കൂടെയുള്ളപ്പോ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, കേട്ടല്ലോ? എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആർട്ടിസ്റ്റ് ഉള്ളപ്പോ ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന്. സീനിന് എന്താണോ വേണ്ടത് അത് മാത്രം ചെയ്യ്, കേട്ടല്ലോ? ആ ശരി മാം. ആക്ച്വലി ജോലിക്കാരി പോലും നല്ലോണം അഭിനയിക്കുന്നുണ്ട്. നിങ്ങളുടെ ആർട്ടിസ്റ്റൊക്കെ ശരിക്കും വേറെ ലെവലാ. നിന്നോട് ഞാൻ ഇപ്പോഴല്ലേ പറഞ്ഞത് ഇങ്ങനെയൊന്നും സംസാരിക്കില്ലെന്ന്. ഇനി മേലാൽ ഇങ്ങനെ എങ്ങാനും പറഞ്ഞാ ഞാൻ രേവതിക്ക് ഫോൺ ചെയ്യും. അയ്യോ, ഞാൻ ഈ കഴിക്കാൻ മാത്രമേ വായി തുറക്കുള്ളൂ മാഡം. ഗുഡ്. ആ പിന്നുണ്ടല്ലോ, ഇവരുടെ മുമ്പിൽ വല്ലപ്പോഴൊക്കെ എന്നോട് സ്നേഹമുള്ളതുപോലെയും കരുതലുള്ളതുപോലെയും ഒന്ന് അഭിനയിക്കുക. എന്നാലേ അവർക്ക് അതിനനുസരിച്ച് അഭിനയിക്കാൻ പറ്റൂ. കേൾക്കുന്നുണ്ടോ? ഓക്കെ മാഡം. ആ മാഡം, ഉം. എനിക്ക് ഒരു 2 ദിവസത്തെ സാലറി തരികയാണെങ്കിൽ ഞാൻ അമ്മയ്ക്ക് ചെലവിന് അയച്ചു കൊടുക്കും മാഡം. ഓക്കെ ഓക്കെ, ഞാൻ GP ചെയ്യാം. ഇനി പേയ്മെന്റ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ആരും ഇല്ലാത്ത സമയത്ത് ചോദിച്ചാൽ മതി, മനസ്സിലായോ? ശരി മാഡം. ഡാ ഡാ, ഉം? അച്ഛന്റെ ക്യാരക്ടർ വരുന്നുണ്ട്, അടുത്ത് വന്നിരിക്കും.